നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പഴമ്പള്ളി വീട്ടിൽ ശ്രീഷ്മയാണ് മരിച്ചത്. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച നടത്തിയയാൾ പിടിയിൽ. ചാലക്കുടി ആശേരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പോലീസ് പിടികൂടിയത്. 10 ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. PK മാധവൻ എഴുതിയ മാളയുടെ ചുവപ്പ് താരകങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പഴമ്പള്ളി വീട്ടിൽ ശ്രീഷ്മയാണ് മരിച്ചത്. ഭർത്താവ് വാസനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാള അഷ്ടമിച്ചിറയിൽ ജനുവരി 29-ന് രാത്രിയായിരുന്നു സംഭവം. ഇരു കൈകളിലും കാലുകളിലും വെട്ടേറ്റ ശ്രീഷ്മയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. ഇവിടെ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ വീടിന് സമീപത്തെ റേഷൻ കടയിലേക്ക് ഓടി വരികയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച നടത്തിയയാൾ പിടിയിൽ. ചാലക്കുടി ആശേരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെയാണ് പോലീസ് പിടികൂടിയത്. 10 ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. കടം വീട്ടാനായിരുന്നു ബാങ്ക് കൊള്ളയെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് പറയുന്നു. ഫെബ്രുവരി 14-ന് പോട്ടയിലെ ഫെഡറൽ ബാങ്കിലാണ് കവർച്ച നടന്നത്. 15 ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞ പ്രതിയെയാണ് പിടികൂടിയത്. ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചെത്തി ബാങ്ക് ശാഖയിലെ ജീവനക്കാരെ കത്തിമുനയിൽ ബന്ദിയാക്കി നിർത്തിയാണ് പ്രതി കവർച്ച നടത്തിയത്. 4 സംഘമായി തിരിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഹെൽമറ്റും മുഖംമൂടിയും ജാക്കറ്റും ധരിച്ചെത്തി ക്യാഷ് കൗണ്ടർ തകർത്താണ് പ്രതി 15 ലക്ഷം രൂപ തട്ടിയെടുത്തത്. 3 മിനിറ്റിൽ കവർച്ച നടത്തിയ പ്രതി സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. PK മാധവൻ എഴുതിയ മാളയുടെ ചുവപ്പ് താരകങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പ്രകാശനം നിർവഹിച്ചു. മാളയുടെ ചുവപ്പ് താരകങ്ങൾ എന്ന പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. ഒരുപക്ഷെ മാധവേട്ടൻ ഈ പുസ്തകത്തിലൂടെ മാളയുടെ ചുവപ്പ് താരകങ്ങളായ 3 മഹത്തായ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവരെ കുറിച്ചിട്ടുള്ള ഓർമ്മ പുതുതലകൾക്കിടയിലൂടെ കടന്നു പോകുന്ന പേരുകൾ മാത്രമല്ല, അവർ ഈ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന പോരാട്ടങ്ങൾ മാത്രമല്ല, ആ പോരാട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാലത്തെ പുതിയ തലമുറയുടെ ഓർമ്മക്കുറിപ്പുകൾക്ക് വേണ്ടി അഭിമാനവും അവകാശപ്പെടുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ അന്തസ്സത്ത. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മാധവേട്ടന്റെ 2ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. മാളയുടെ ചുവപ്പ് താരകങ്ങൾ എന്ന ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഏതെങ്കിലും വിധത്തിലുള്ള അടയാളങ്ങളില്ലാതെ, ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടുകാഴ്ചകൾ വാക്കിലും പ്രവൃത്തിയിലും സൂചിപ്പിക്കാതെ, ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ ഒരു കാലത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പച്ചയായി ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളില്ലാതെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഒരു വലിയ ധർമ്മമാണ് എഴുത്തുകാരൻ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, PK ഡേവിസ്, KV വസന്തകുമാർ, M രാജേഷ്, KG ശിവാനന്ദൻ, T ശശിധരൻ, TK സന്തോഷ്, KG ശിവാനന്ദൻ, PK കിട്ടൻ, MR അപ്പുക്കുട്ടൻ, KV ഉണ്ണികൃഷ്ണൻ, KV സുജിത് ലാൽ, കുഴൂർ വിൽസൺ, KC ജഗജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തഞ്ചിറ ഗ്രാമീണ വായനശാല, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ MK ഹരിലാൽ സ്മാരക പ്രഭാഷണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ GVHS സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ദൈനംദിനമായിട്ടുള്ള തൻ്റെ ജീവിതത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സമൂഹത്തെ, അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ടൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമമായിരുന്നു മാഷ് നടത്തിയത്. ഇന്ന് ഈ സമൂഹം അന്ധവിശ്വാസ ജീവിതമായിക്കൊണ്ടിരിക്കുമ്പോൾ
അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മനുഷ്യരായിട്ട് നാം ഓരോരുത്തരും മാറ്റപ്പെടുമ്പോൾ വിശ്വാസത്തെ എല്ലാം പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് അതിന് ബദല് ശാസ്ത്രാബോധമാണ് എന്നുള്ള തിരിച്ചറിവ്. ഒരുപക്ഷെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ യുവീക ഉൾപ്പെടെ ആ ശാസ്ത്ര അവബോധം ജനങ്ങളിലേക്കും കുട്ടികളിൽ മാത്രമല്ല. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. TK ഉണ്ണികൃഷ്ണൻ, KM ബേബി, ഖാദർ പട്ടേപ്പാടം, ബ്ലോക്ക് മെമ്പർ രമ രാഘവൻ, പഞ്ചായത്ത് അംഗങ്ങളായ VN രാജേഷ്, VS അരുൺ, പത്മിനി ഗോപിനാഥ്, വായനശാല സെക്രട്ടറി AK ദേവരാജൻ, PS ശങ്കരൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂൾ വാർഷികവും പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കലാഭിരുചിയും അതോടൊപ്പം തന്നെ കായിക അഭിരുചിയൊക്കെ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അറിവോടുകൂടി തന്നെ നല്ല വ്യക്തികളായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. പാഠപുസ്തകങ്ങളിൽ അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തെയും പഠിക്കുവാനുള്ള അവസരങ്ങൾ, പരസ്പര ബന്ധങ്ങളിലൂടെ മനുഷ്യനായിട്ട് മാറുവാനുള്ള വേദികളും സൃഷ്ടിക്കുക എന്നുള്ളത്, നല്ല മാനവികതയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത്, മതേതരത്വ മുഖങ്ങളായിട്ട് നമ്മുടെ കൊച്ചുകുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴാണ് ഈ സമൂഹത്തിൻ്റെ ഒരു ഹാർമണി നമുക്ക് നിലനിർത്താൻ നമുക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പൊതുവിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടാനുള്ള ഒന്ന് എന്ന് പറയാം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KK യൂസഫ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ്, മാള ഉപജില്ലാ AEO KK സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ, വാർഡ് മെമ്പർ ജിസ്മി ജോണി, ജീന ജോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പഴമ്പള്ളി വീട്ടിൽ ശ്രീഷ്മയാണ് മരിച്ചത്. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച നടത്തിയയാൾ പിടിയിൽ. ചാലക്കുടി ആശേരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് പോലീസ് പിടികൂടിയത്. 10 ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. PK മാധവൻ എഴുതിയ മാളയുടെ ചുവപ്പ് താരകങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പ്രകാശനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.